ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു പോയിൻ്റായിട്ട് വന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു UDFനും പ്രത്യേകിച്ച് KPCCക്ക് കോൺഗ്രസ്സിന് ഇത് വളരെ വലിയൊരു ഊർജം നൽകുന്ന തീരുമാനമാണ്. അതിൻ്റെ കാരണം 2019 അമേഠിയിലെ തോൽവി ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നിരുന്നത്. പ്രതീക്ഷിച്ചത് പോലെ തന്നെ അമേഠിയിൽ തോൽക്കുകയും വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്ത രാഹുൽ 2019 മുതൽ 2024 വരെ വയനാട്ടിൻ്റെ MP ആയി, പ്രത്യേകിച്ച് ഞങ്ങളുടെ MP ആയി, അവിടെ MP ആയി പാർലമെൻറ്റിലിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഹാർഡായിട്ടുള്ള കാലഘട്ടമായിരുന്നു. മോഡി ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം വരെ ഒഴിവാക്കുന്ന, സസ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ വർഷത്തിൽ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്നും മത്സരിക്കുകയും 2 സീറ്റുകളിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി 3 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു മണ്ഡലം അദ്ദേഹത്തിന് ഒഴിയേണ്ട അവസ്ഥ വരുന്നതും വയനാട് മണ്ഡലം അദ്ദേഹം ഒഴിഞ്ഞ് പകരം അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടത്തേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഒരു നവ ഉന്മേഷം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് 19 സീറ്റുകളിലും 18 സീറ്റുകളിലും വിജയിച്ചിരിക്കുന്ന UDF സംവിധാനം ഇതിനെ ഒരു വൻ ആരവത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു ഇമ്പാക്റ്റ് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇന്ത്യയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലും അമേഠിയിൽ റായ്ബറയിൽ നിന്ന് രാഹുലും വയനാട്ടിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലെ ഒരു ബെൽറ്റിൽ നിന്ന് പ്രിയങ്കയും പാർലമെൻറ്റിൽ എത്തുന്നതോടുകൂടി നെഹ്റു കുടുംബമാണ് ഇന്ത്യ ഒന്നിക്കുന്നത് എന്നുള്ളതും BJPയും RSSുമാണ് ഇന്ത്യയെ വിഘടിപ്പിക്കുന്നതും ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിനുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇലക്ഷനാണ് ഈ വരുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി പാർലമെൻറ്റിലേക്ക് എത്താനുള്ള എല്ലാ അവസരവും വന്നിരിക്കുന്നത്. വയനാട് ഒരു UDFൻ്റെ കുത്തക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ 2019 രാഹുലിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് MP ആവുമെന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ തലവേദനയാകാൻ പോകുന്നത് കേരളത്തിലെ ഭരണപക്ഷമായിരിക്കുന്ന CPMനും LDFനുമാണ്. അവർ ആദ്യം തന്നെ ഒരു വൻ തോൽവിയുടെ ആഘാതത്തിലാണ് പാർട്ടി സംവിധാനം LDF ഇപ്പം കറൻലി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വരവ് ആ ആഘാതത്തിന് ഒന്നും കൂടെ ശക്തി പകരുകയും അവരുടെ നില വളരെ പരിതാപകരമാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.